എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏത്തപ്പഴത്തിൻ്റെ ഹൽവയുമായിട്ടാണ്. അപ്പോൾ ഈ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തോളൂ. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഏത്തപ്പഴം വെച്ചിട്ടുള്ള ഒരു ഹൽവയാണ്. ഇത് വെറും 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ആദ്യം തന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്കിത് സൺഫ്ലവർ ഓയിൽ ചെയ്യാവുന്നതാണ്. വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്, സൺഫ്ലവർ ഓയിൽ എടുക്കാവുള്ളൂ. ഇതിലേക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനി നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒരു ബ്രൗൺ നിറം ആകുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നല്ല ബ്രൗൺ നിറം ആയിട്ടുണ്ട് ഇപ്പോൾ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ജാർ വേണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നന്നായിട്ട് പഴുത്തിരിക്കുന്ന ഒരു വലിയ ഏത്തപ്പഴമാണ്. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കാം. തൊലി കളഞ്ഞു വെച്ചിരിക്കുന്ന ഈ ഏത്തപ്പഴം ചെറുതായിട്ട് മുറിച്ചിട്ട് നമ്മൾ ഈ മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. ഏത്തപ്പഴം കഴിക്കാത്ത കുട്ടികൾക്ക് നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് നല്ല ഇഷ്ടമാകും. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹൽവയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഏത്തപ്പഴം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ വറുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1/2 കപ്പ് പാൽ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 120 ml ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഞാനിവിടെ ഇതിലേക്ക് മധുരത്തിന് ചേർക്കുന്നത് ബ്രൗൺ ഷുഗറാണ്. അപ്പോൾ ഇതൊരു മധുരം അനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 5 മുതൽ 6 ടേബിൾ സ്പൂൺ വരെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇതിന് പകരം സാധാരണ പഞ്ചസാരയും യൂസ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെയിം പാനിലേക്ക് കുറച്ച് നെയ്യ് കൂടി ഒഴിച്ചിട്ട് കാഷ്യൂസും റേസിൻസും ഒന്ന് വറുത്ത് കോരാം. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇത് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ മുന്തിരിങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതേ പാനിലേക്ക് നമ്മൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന ഏത്തക്ക ചേർത്ത് കൊടുത്തു. ഇനി ഇത് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒട്ടും നിർത്താതെ ഇത് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. തീ നമ്മൾ കൂട്ടി തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഞാനിവിടെ സ്റ്റീലിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നോൺ സ്റ്റിക്ക് പാൻ ഉണ്ടെങ്കിൽ അതെടുക്കാവുന്നതാണ്. അപ്പോൾ സ്റ്റീലിൻ്റെ പാനായാലും നല്ല കട്ടിയുള്ള പാനായിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ തുടർച്ചയായിട്ട് ഇത് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി എണ്ണ തെളിയുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഹൽവ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതായത് പാനിൻ്റെ സൈഡിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു ബോൾ ഷേപ്പിൽ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂസും റേസിൻസും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒരു 10 മിനിറ്റ് പോലും എടുത്തിട്ടില്ല ഇത് റെഡിയായിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നേന്ത്രപ്പഴം ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യാം. അപ്പം ഒരു പാത്രം എടുക്കുക. അതിലേക്ക് കുറച്ച് നെയ്യൊന്ന് തടവി കൊടുത്തിട്ട് നമ്മൾ ഈ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഹൽവ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു സ്പാറ്റുലയോ സ്പൂണോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. സ്പാറ്റുല യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല സ്മൂത്തായിട്ട് നമ്മുടെ ഹൽവ ഇരിക്കും. ഇതിനി ഒരു 30 മുതൽ 1 മണിക്കൂർ വരെ ഒന്ന് മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് ഇത് നല്ല കട്ടിയായിട്ടുണ്ടാവും. ഇതിപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഹൽവ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ സൈഡൊക്കെ ഒരു നൈഫ് വെച്ചിട്ടൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിട്ട് പ്ലേറ്റിലേക്ക് നമുക്കിത് മാറ്റി കൊടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നേന്ത്രപ്പഴം ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റിയാണ്. ഇനി ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് നിങ്ങൾക്ക് കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്യാനായിട്ട് പോകുന്നത്.
അരിപ്പൊടി ചേർത്തിട്ടുള്ള കാരണം ഇത് നല്ല ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ അരിപ്പൊടി ഇല്ലാത്തവർ അരിപ്പൊടി ഇല്ലാതെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഷേപ്പിൽ വരില്ലെങ്കിലും കുറച്ചൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നേന്ത്രപ്പഴത്തിന് പകരം നിങ്ങൾക്ക് ചക്ക വേണമെങ്കിലും ഇങ്ങനെ ചെയ്യാവുന്നതാണ്. ചക്ക വരട്ടിയില്ലേ, സെയിം പ്രൊസീജിയറാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നേന്ത്രപ്പഴം ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഈസി ആയിട്ടുള്ള റെസിപ്പിയാണിത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നേന്ത്രപ്പഴം കൊണ്ടുള്ള ഹൽവ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എപ്പോഴും പറയുന്ന പോലെ പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് ഞാൻ ഉടനെ തന്നെ വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.